ഇവിടെ നമ്മുടെ ക്ലബ് ബോക്സ് ഒക്കെ ഒരു പാട്ട് സംഘം. പേരെങ്ങനെയാ? അനൂപ്. അഞ്ജലി. അഞ്ജലി. അപ്പോൾ ഏത് പാട്ടാണ് ആദ്യം ഒന്ന് പാടാൻ പോകുന്നത്? ഞങ്ങൾ വിവേകോദയം സ്കൂളിലെ ടീച്ചറാണ്, കുട്ടികളാണ്. അപ്പോൾ കുട്ടികളായിട്ട് കുറച്ച് പാട്ടുകളൊക്കെ പാടാം. ഞങ്ങൾ പൂരത്തെ കുറിച്ച് ഞങ്ങൾ തന്നെ ചെയ്തൊരു പാട്ട് ആദ്യം. അപ്പൊ അതാദ്യം ടീച്ചറാണ് അനന്തപുരം. കൂടെ പാടില്ല. പൂരം ജനിച്ചൊരു നാട്, ഇത് മേളം തിരതല്ലും നാട്. പൂരം ജനിച്ചൊരു നാട്, ഇത് മേളം തിരതല്ലും നാട്. വാദ്യ പെരുമതൻ തൃശിവ പേരൂർ. പൂരം ജനിച്ചൊരു നാട്, ഇത് മേളം തിരതല്ലും നാട്. തെക്കേ നട തുറന്ന് കോലമേന്തി വരും കരിവീരൻ വാണിടും നാട്. തെക്കേ നട തുറന്ന് കോലമേന്തി വരും കരിവീരൻ വാണിടും നാട്. കുഴലിനാദത്തോടെ പാണ്ടി കൊട്ടിക്കേറും ഇലഞ്ഞിത്തറയുടെ നാട്. കുഴലിനാദത്തോടെ പാണ്ടി കൊട്ടിക്കേറും ഇലഞ്ഞിത്തറയുടെ നാട്. ഇത് പൂരങ്ങളുടെ നാട്, പൂരം ജനിച്ചൊരു നാട്, ഇത് മേളം തിരതല്ലും നാട്. താനാനെ 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 താനേ. തന്താനെ താനാനെ തന്താനെ താനാനെ തന്താനെ താനാനെ താനേ. താനാനെ 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 താനേ. തന്താനെ താനാനെ തന്താനെ താനാനെ തന്താനെ താനാനെ താനേ. വരും. ആദ്യം അതിമനോഹരമായ കാഴ്ചയാണ്. കണിമംഗലം ശാസ്താവ് എഴുന്നള്ളി വരികയാണ്. രാവിലെ അങ്ങോട്ട് 1 2 3 4 5 6 7 അല്ല 1 2 3 4 5 6 7 8 9 ആന. അയ്യവ 9 ആനകളുമായി ഇന്ന് ഒരു ആനയെ തന്നെ നമുക്ക് ഒറ്റ ആനയെ തന്നെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ചക്ക് നമ്മുടെ കണ്ണ് നിറഞ്ഞു. അതുപോലെ കണ്ണ് പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞു, ഹൃദയം നിറഞ്ഞ് കണ്ണ് നിറഞ്ഞു. അവിടെയാണ് 9 ആനകൾ അങ്ങനെ അണിനിരന്ന് നിൽക്കുകയാണ്. അതിന്റെ പൂർവ്വ പ്രൗഢിയിൽ, അതിന്റെ പൂർവാധികം ശക്തിയോടുകൂടി 9 ആനകളുമായി പ്രിയപ്പെട്ട പ്രേക്ഷകരെ കണിമംഗലം ശാസ്താവ് വടക്കുന്നാഥനിലേക്ക് എത്തുകയാണ്. 9 ആനകളും എണ്ണം പറഞ്ഞ ഒന്നിനൊന്നിന് ഗംഭീര, ഒന്നിനൊന്നിന് കിടില ആനകളാണ്. 9 ആനയാണ്. തീവട്ടികൾ അവിടെ തീവട്ടി ജസ്റ്റ് എപ്പോഴും കത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ രാവിലെ ഇറങ്ങിയതാണ്. രാവിലെ 5:30 ആയപ്പോഴേ ഇറങ്ങിയതാണ്. അത് മഞ്ഞും മഴയും വെയിലും കൊള്ളാതെ ബൃഹസ്പതിയായ ദേവഗുരുവിന് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരണം. ഒരാന മാത്രം ഒരു കുഞ്ഞാനുണ്ടല്ലോ, 7ാമത്തെ ആന അല്ല 9ാമത്തെ ആന. അത് ഈ വരുന്നവൻ ഒരു കുഞ്ഞനാനയാണെന്ന് തോന്നുന്നു. അല്ല കുഞ്ഞല്ല. അപ്പോൾ 9 ആനകളുമായി വടക്കുന്നാഥന്റെ സന്നിധിയിലേക്ക് കണിമംഗലം ശാസ്താവ് നമസ്കാരം. അപ്പോൾ അങ്ങനെ അടിവെച്ച് നീങ്ങുന്നു. അപ്പോൾ പൂരം അതിൻ്റെ പൂർണ്ണ വൈബിലേക്ക് കയറാൻ പോവാണ്. ഇതാദ്യ വരവാണ്. അപ്പോൾ ഇനി തെക്കേ ഗോപുരനടയിലേക്ക് കയറി പടിഞ്ഞാറേ ഗോപുരനടയിലൂടെ പുറത്തേക്ക് ഇറങ്ങുന്ന കണിമംഗലം ശാസ്താവോടുകൂടി കണിമംഗലം ശാസ്താവ് വടക്കുന്നാഥനെ വണങ്ങില്ല. വടക്കുന്നാഥനെ വണങ്ങേണ്ടതില്ലാത്ത ഏക ദേവത, ഏക ശാസ്താവ് ഒരു പക്ഷേ കണിമംഗലം ശാസ്താവാണ്. അപ്പോൾ അത് അങ്ങോട്ടേക്ക്